ഇപ്പം നമ്മുടെ ഈ പ്രശ്നങ്ങൾക്കൊടുവിൽ ഇപ്പം കലാമണ്ഡലത്തിൽ നിന്ന് അവിടുത്തെ വിദ്യാർത്ഥി യൂണിയൻ SFIയുടെ വിദ്യാർത്ഥി യൂണിയൻ്റെ നേതൃത്വത്തിൽ കലാമണ്ഡലത്തിൽ ഇപ്പോൾ ഒരു പ്രതിഷേധ പ്രകടനത്തോടൊപ്പം തന്നെ ഒരു മോഹിനിയാട്ടം കലാമണ്ഡലം കൂത്തമ്പലത്തിൽ അവതരിപ്പിക്കാനുള്ള ഒരു അവസരം കിട്ടിയിട്ടുണ്ട്. അത് ഇന്നായിരുന്നു പറഞ്ഞിരുന്നത്. പക്ഷേ ചില സാങ്കേതിക കാരണവശാൽ അത് ചൊവ്വാഴ്ച വൈകുന്നേരം 5 മണിയിലേക്ക് മാറ്റിയിരിക്കുകയാണ്. ഒരു നർത്തകൻ എന്നുള്ള രീതിയിൽ ഏറ്റവും സന്തോഷം തോന്നുന്ന ഒരു മുഹൂർത്തമാണ്. കാരണം കേരളത്തിൽ ജനിച്ച ആരും നൃത്തവുമായി ബന്ധപ്പെട്ട ആരും സ്വപ്നം കാണുന്ന ഒരു സ്വപ്നഭൂമിയാണ് കലാമണ്ഡലവും. അതുപോലെ തന്നെ കലാമണ്ഡലത്തിലെ കൂത്തമ്പലത്തിൽ നൃത്തം ചെയ്യുക എന്നുള്ളൊരു സംഭവം. എന്നെ സംബന്ധിച്ചിടത്തോളം ഞാനും അത് തന്നെ സ്വപ്നം കണ്ട് നടക്കുന്ന ഒരാളായിരുന്നു. കലാമണ്ഡലത്തിലെ MPhil PhD ചെയ്തിട്ടുണ്ടെങ്കിലും അവിടെ ഇതുവരെയും ചെലങ്ക കെട്ടാനായിട്ട് ഇപ്പോൾ ഡോക്ടറേറ്റ് ഒക്കെ നേടിയിട്ടുണ്ടെങ്കിലും ഒരു ചെലങ്ക കെട്ടാനൊരു അവസരം നമുക്ക് ലഭിച്ചിട്ടുണ്ടായിരുന്നില്ല. കലാമണ്ഡലത്തിലെ നിള നൃത്തോത്സവം എന്ന് പറഞ്ഞ ഒരു ഏറ്റവും പ്രധാനമായ നൃത്തോത്സവമാണ്. അപ്പം അതിൽ എൻ്റെ ശിഷ്യഗണങ്ങളൊക്കെ നൃത്തം അവതരിപ്പിച്ചിട്ടും നമുക്കൊരു അവസരം ലഭിച്ചിരുന്നില്ല. അപ്പം നിള നൃത്തോത്സവത്തിൻ്റെ ഒരു പ്രധാന കാണിയായിരുന്നു. അതോടൊപ്പം തന്നെ കലാമണ്ഡലത്തിൽ ഏതൊരു നൃത്തവുമായി ബന്ധപ്പെട്ട് എന്തൊരു സെമിനാറുകളോ ക്ലാസ്സുകളോ ഒക്കെ ഉണ്ടെങ്കിൽ ഞാനവിടെ അതിന് മുൻപിൽ ഞാനൊരു പ്രേക്ഷകനായിട്ട് എപ്പോഴും ഉണ്ടാവാറുണ്ട്. അപ്പോൾ ഈ ഒരു സാഹചര്യത്തിൽ നമ്മുടെ മനസ്സൊക്കെ എന്താ പറയുക തളർന്നിരിക്കുന്ന ഘട്ടത്തിൽ കലാമണ്ഡലത്തിലെ വിദ്യാർത്ഥി യൂണിയൻ ഏർപ്പാടാക്കിയിട്ടുള്ള ഒരു വേദി അത് വലിയൊരു എന്താ പറയുക ചവിട്ടുപടിയായിട്ട് ഞാൻ കാണുകയാണ്. തീർച്ചയായിട്ടും ഏറെ ആദരവോടെ കാണുന്ന പുണ്യഭൂമിയിലെ ആ വേദിയിൽ നൃത്തം ചെയ്യുക എന്നുള്ളത് ആ സങ്കല്പം അതും ആ മോഹം കൂടി പൂവണിയാണ്. വളരെയധികം സന്തോഷമാണ് ഈ സമയം നമുക്ക് തോന്നുന്നത്.